വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. വടകര ടൗണിലെ ദേശീയപാതയുടെയും ചോറോഡ് റെയിൽ ഓവർ ബ്രിഡ്ജിന്റെയും പുരോഗതിയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ അഴിയൂർ നിന്ന് ആരംഭിച്ച് വെങ്ങളം അവസാനിക്കുന്ന റീച്ചിൽ ഉൾപ്പെടുന്നതാണ് വടകര ടൗൺ. 40 കിലോമീറ്ററാണ് ഈ റീച്ചിന്റെ ദൈർഘ്യം. അദാനിയാണ് ഈ റീച്ചിന്റെ കോൺട്രാക്ടർ. സബ് കോൺട്രാക്ടറാണ് വോഗാർഡ് എന്ന കമ്പനി. നിർമ്മാണം ആരംഭിച്ചിട്ട് 4 വർഷമാവാനായിട്ടും ഇതാണ് ഈ റീച്ചിന്റെ ഗതി. പ്രത്യേകിച്ച് വടകര പോലുള്ള തിരക്കുള്ള നഗരങ്ങളിൽ വേഗതയിൽ മാൻ പവറും മെഷീനറീസും വർദ്ധിപ്പിച്ച് പെട്ടെന്ന് വർക്ക് എടുക്കേണ്ടതിന് പകരം തോന്നിയ പോലുള്ള കാട്ടിക്കൂട്ടലുകളാണ് അദാനിയും വാഗാർഡും കാഴ്ചവെക്കുന്നത്. ഇത്രയും അലസതയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു റീച്ച് കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ്. ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടികൾ ഉണ്ടാകുന്നില്ല? പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ആക്ഷൻ കമ്മിറ്റിയും എല്ലാം ഇവിടെ. മലപ്പുറത്ത് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മലപ്പുറത്തെ 2 റീച്ചും കാലിക്കറ്റ് ബൈപ്പാസും കഴിഞ്ഞ് വെങ്ങളം കഴിഞ്ഞാൽ ഈ റീച്ചിലൂടെ യാത്ര ചെയ്താൽ മടുക്കും. യാത്ര ചെയ്തവർക്ക് അറിയാം. ദേശീയപാത വടകര നഗരത്തിലൂടെ കടന്നുപോകുമ്പോൾ മണ്ണിട്ടുയർത്തി പാത നിർമ്മിക്കുമ്പോൾ പട്ടണം 2ആയി വിഭജിക്കപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു. എന്നാൽ മുറവിളികൾക്കൊടുവിൽ എലവേറ്റഡ് ഹൈവേ ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. 850 മീറ്ററാണ് ആദ്യം അനുവദിച്ചത്. പിന്നീട് 680 മീറ്ററാക്കി കുറച്ച ശേഷം അനുവദിച്ചത് വെറും 570 മീറ്റർ മാത്രം. നേരത്തെ ആശ ഹോസ്പിറ്റൽ മുതൽ കരിമ്പന പാലം വരെ എലവേറ്റഡ് ഹൈവേ പണിയാനായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ അടയ്ക്കാത്തൊരു ജംഗ്ഷൻ മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ മാത്രമേ ഉണ്ടാകൂ. ഇതിനിടയിൽ 2 ഭാഗത്തായി മണ്ണ് നിറച്ച പാതയുമുണ്ട്. വടക്കുഭാഗത്ത് പാത തുടങ്ങുന്ന അടയ്ക്കാത്തൊരു ജംഗ്ഷനിൽ പ്രശ്നമില്ലെങ്കിലും പുതിയ സ്റ്റാൻഡിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നു. പുതിയ പാത വരുന്നതോടുകൂടി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാൻ പ്രത്യേകം വഴി വേണ്ടിവരും. എലവേറ്റഡ് ഹൈവേ അവസാനിക്കുന്ന നാരായണ നഗർ ജംഗ്ഷൻ കഴിഞ്ഞ് അധിക ദൂരമില്ല. ഇതോടെ സ്റ്റാൻഡിലേക്കുള്ള വഴി അടയുമോ എന്നാണ് ആശങ്ക. എന്നാൽ ഇപ്പോഴും എലവേറ്റഡ് ഹൈവേയുടെ നീളത്തിന്റെ കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. ഇപ്പോൾ നേരിടുന്നത് മറ്റൊരു പ്രശ്നമാണ്. ദേശീയപാതയുടെ എലവേറ്റഡ് ഹൈവേക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗർഡറുകൾ നിർമ്മാണ തകരാർ മൂലം ഉപയോഗിക്കാനാകാത്ത സാഹചര്യത്തിൽ ബാക്കി പണി അനിശ്ചിതത്വത്തിലാണ്. നിർദ്ദിഷ്ട പാതയിൽ വടക്കു ഭാഗത്ത് നിന്ന് 8 പില്ലറിലായി 32 ഗർഡറുകൾ സ്ഥാപിച്ചെങ്കിലും ലിങ്ക് റോഡിന് തെക്ക് ഭാഗത്ത് പണി തുടങ്ങിയപ്പോഴാണ് തൂണിൽ ഉറപ്പിക്കാൻ പാകത്തിലല്ല ഗർഡർ വാർത്തുവെച്ചതെന്ന് മനസ്സിലായത്. ഇതിൽ 230 ഗർഡറുകളാണ് പാലത്തിന്റെ തെക്കു ഭാഗത്തേക്ക് സ്ഥാപിക്കേണ്ടത്. അടയ്ക്കാത്തൊരു കോഫി ഹൗസ് പരിസരം മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ സ്ഥാപിച്ച തൂണുകളിൽ ആദ്യഘട്ടമായി 4 ഗർഡറുകൾ ക്രെയിൻ സഹായത്തോടെ വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് തൂണുകളിലേക്ക് അമർത്തി വെക്കാൻ പാകത്തിലല്ല ഗർഡർ നിർമ്മാണം നടന്നതെന്ന് വ്യക്തമായത്. തുടർന്ന് പണി നിർത്തിവെച്ചു. ഇനി പാലത്തിലേക്ക് ഗർഡർ ഘടിപ്പിക്കണമെങ്കിൽ തൂണുകളുടെ മുകൾ ഭാഗം പൊട്ടിക്കേണ്ടി വരും. നേരത്തെ കൈനാട്ടി ഭാഗത്ത് സ്ഥാപിച്ചപ്പോൾ ചില തൂണുകൾ ഇതേപോലെ പൊട്ടിക്കേണ്ടി വന്നിരുന്നു. യാതൊരു സേഫ്റ്റി മെഷേഴ്സും സൈറ്റിൽ നടപ്പിലാക്കുന്നില്ല എന്ന ആരോപണം ഉയരുന്നുണ്ട്. ദേശീയപാതയുടെ പണി നടക്കുന്ന KT ബസാറിൽ പാലത്തിൽ സ്ഥാപിക്കാൻ കൊണ്ടുപോവുകയായിരുന്ന ക്രെയിനിന്റെ വടം പൊട്ടി കൂറ്റൻ ഗർഡർ താഴേക്ക് വീണു. ഭാഗ്യം കൊണ്ട് അപകടം ഒഴിവായി. ഇവിടെ വാർപ്പ് നടത്തിയ ഗർഡറുകൾ കൈനാട്ടി ഭാഗത്ത് കൊണ്ടുപോകാൻ ക്രെയിൻ സഹായത്തോടെ ട്രെയിലറിൽ എടുത്തു വെക്കുമ്പോഴായിരുന്നു അപകടം. വാഹനം പോകുന്ന ഭാഗത്ത് നിന്ന് മാറിയ ഈ ഭാഗത്ത് ആളുകളില്ലായിരുന്നു. പാതയുടെ പണിക്കാരും അകലെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. 50 മീറ്ററോളം നീളമുള്ള ഗർഡറിന് വീഴ്ചയിൽ ക്ഷതം പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയരപാതയ്ക്കായി ഗർഡറുകൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടെ കൂറ്റൻ ക്രെയിൻ തകർന്നിരുന്നു. പാർക്ക് റോഡിന് സമീപത്ത് ദേശീയപാതയ്ക്ക് നടുവിലായി ഗർഡർ ഉയർത്തുന്നതിനായി കൗണ്ടർ വെയിറ്റ് സജ്ജമാക്കുമ്പോഴാണ് ക്രെയിൻ ഒടിഞ്ഞത്. ഗർഡറുകൾ ഉയർത്തുമ്പോൾ ക്രെയിൻ തെന്നി മാറാതിരിക്കാനുള്ള സംവിധാനമാണ് കൗണ്ടർ വെയിറ്റ് ഉറപ്പിക്കൽ. സംഭവം നടക്കുമ്പോൾ തൊഴിലാളികൾ ആരും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഇനി നമുക്ക് ചോറോഡ് ROBയുടെ പുരോഗതി നോക്കാം. സ്റ്റീൽ പാലമാണ് ചോറോഡ് ROBയിൽ ഉപയോഗിക്കുന്നത്. സ്റ്റീൽ പാലങ്ങൾ എഞ്ചിനീയറിംഗിൽ ഏറെ പ്രാധാന്യമുള്ള ഘടനകളാണ്. കാരണം ഇവയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഇതിന്റെ ഉയർന്ന സ്ട്രെങ്ത് വെയിറ്റ് റേഷ്യോ വലിയ സ്പാനുകളിൽ പോലും ചെറുതായുള്ള ഘടനകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. സ്റ്റീലിന്റെ ഈ ഗുണം കൊണ്ട് പാലങ്ങൾ കുറച്ചു വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അതിലൂടെ ചെലവ് കുറയുന്നു. കൂടാതെ സ്റ്റീൽ ഫാക്ടറിയിൽ നിർമ്മിച്ച് സൈറ്റിൽ അസംബിൾ ചെയ്യാവുന്നതുകൊണ്ട് നിർമ്മാണ സമയവും കുറയ്ക്കാൻ കഴിയും. ഇത് വേഗതയിൽ പണി കഴിപ്പിക്കാൻ സഹായിക്കുന്നു. സ്റ്റീൽ ഗർഡർ കുറച്ചു കാലമായാലോ ഇവിടെ കാണുന്നു. ഇതെന്താ എടുത്തു വെക്കാത്തത് എന്ന് തോന്നാം. എന്നാൽ ഇത് തോന്നിയ പോലെ എടുത്തു വെക്കാൻ പറ്റില്ല. ഇതിനായി റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയും NOCയും ലഭിക്കേണ്ടതുണ്ട്. ഇതിനായി NHA രൂപകൽപ്പന ചെയ്യുന്ന വർക്ക് മെത്തഡോളജി റെയിൽവേ ഒഫീഷ്യൽ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് അനുമതി കൊടുക്കേണ്ടതുണ്ട്. റെയിൽ ട്രാഫിക് കുറഞ്ഞ സമയമായിരിക്കും ഇതിന് അലോട്ട് ചെയ്യുക. മിക്കവാറും രാത്രിയായിരിക്കും ഉണ്ടാവുക.
ഒരു ദിവസം ചിലപ്പോൾ 1 മണിക്കൂർ മാത്രമായിരിക്കും വർക്കിനുള്ള അനുമതി കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇൻസ്റ്റന്റ് അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.